ഹലോ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആയിഷ ഹവ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലുള്ള നമ്മുടെ ഹവ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആളുടെ സിസ്റ്റർ ആളുടെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ഐഡിയാസ് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ലേറ്റ് ആയിപ്പോയി. ഫോൺ കേടായത് കാരണം ലേറ്റ് ആയിപ്പോയതാണ്. അപ്പോൾ 24th അതായത് ഇന്നാണ് കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വേണ്ടിയ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിഫോർ ദാറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ടെഡി ബെയർ ആണ് കേട്ടോ. അപ്പോൾ ആരുടെ ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസിലി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടെഡി ബെയർ ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉളൻ ത്രെഡ്, അതേപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് പീസ്, അതേപോലെ തന്നെ ഒരു സിസേഴ്സ്, ഇതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് ആ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഉളൻ ത്രെഡ് ഫുള്ള് നമ്മൾ നന്നായിട്ട് നല്ല തിക്നെസ്സിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ലോലി റിമൂവ് ചെയ്തിട്ട് വേറൊരു ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ നമ്മളൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റിൽ ടൈ ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം ഊരിപ്പോരും കേട്ടോ. അപ്പോൾ പോംപോം ബോൾസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പോംപോം ബോൾസ് വെച്ചിട്ടുള്ള ടെഡി ബിയർ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐഡിയയും കൂടാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൻ്റെ ആ എഡ്ജസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു ബോൾ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്ത് നമ്മളൊരു നല്ല വൃത്തിയിലാക്കിയിട്ട് എടുക്കണം. അതിൻ്റെ എന്താ പറയുക, നീളം കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെല്ലാം ഈക്വലായിട്ടുള്ള ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ബോൾസ് ആവശ്യമുണ്ട്. അത് ഞാനൊരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ബോൾസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് സൈസസിലുള്ള കാർഡ്ബോർഡ്സ് വെച്ചിട്ട് ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ആ ഒരു ഡൗട്ടും കൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാനിതാ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ഒന്ന് ട്രിം ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു വലിയ ബോളും അതേപോലെ ഒരു ചെറിയ ബോളും ആണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു സൈസിലുള്ള 4 ബോൾസും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹാൻഡ്, ലെഗ്സ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ലാസ്റ്റ് 2 കുഞ്ഞി ബോൾസും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഇയറിന് വെക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഫെവിബോണ്ട് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഫെവിബോണ്ട് യൂസ് ചെയ്ത് ഒട്ടിച്ചപ്പോൾ അത് ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഇയേഴ്സും അതിൻ്റെ ലെഗ്സും ഹാൻഡ്സൊക്കെ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. പിന്നെ ഞാൻ അതിൻ്റെ നെക്കിൽ ഒരു സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ടൊരു ബോ പോലെ കെട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ഇയേഴ്സ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കണ്ണും മൂക്കും കൂടെ നമ്മളൊരു ബ്ലാക്ക് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ആയിഷ ഹവയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുന്നു. പിന്നെ എന്താ, എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.